ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭി തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ആദർശിന് പണി കൊടുക്കണം. അതിന് കാരണം ആകെ മൊത്തം എല്ലായിടത്തു നിന്നും അഭിയെ ഒഴിവാക്കുന്നതിലുള്ള അമർഷമാണ്. അതുപോലെ തന്നെ ജയിലിൽ കിടത്താനുള്ള കാരണവും ആദർശ് ഗൾഫിലേക്ക് പോകുമ്പോൾ ഒരു ഉത്തരവാദിത്വവും അഭിയെ ഏൽപ്പിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ ആദർശിനോടുള്ള ശത്രുതയ്ക്ക് കാരണമാവുകയാണ്. ആദർശ് പോകാന്നല്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും അനിയെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ അനിയുടെ കീഴിലാണ് അഭി വർക്ക് ചെയ്യേണ്ടി വരുന്നതും. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അഭി. എല്ലാവരെയും നശിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി മാത്രമാണ് അഭി നടക്കുന്നത്. ഇതിനിടയിൽ അനി അഭിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. അഭിയുടെ സ്വഭാവദൂഷ്യം കൊണ്ട് തന്നെ അനി മുത്തശ്ശനോടോ ആദർശനോടോ വല്യച്ഛനോടോ ഒന്നും ആരോടും തന്നെ ആലോചിക്കാതെ തൻ്റെ അധികാരം ഉപയോഗിച്ച് അഭിയെ ആ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ്. അതിനുള്ള പേപ്പറൊക്കെ രജിസ്റ്റർ ചെയ്ത് അഭിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് കിട്ടുമ്പോൾ അഭി അങ്ങ് വല്ലാതെ പൊട്ടിത്തെറിക്കുകയാണ്. അഭി അനിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ആദർശിനെക്കാട്ടിലും വലിയ ആളായോ? വലിയ തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കാൻ തുടങ്ങിയോ? എന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടാനും മാത്രം നീ വളർന്നോ എന്നുള്ള രീതിയിലൊക്കെ അഭി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഈ കമ്പനിയുടെ പകുതി ഉത്തരവാദിത്വം എനിക്കാണ് ആദർശേട്ടൻ തന്നിരിക്കുന്നത്. നീ പോലും എൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിന്നെപ്പോലൊരു സ്റ്റാഫിനെ ഇവിടെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിന്നെ ഞാൻ പുറത്താക്കുന്നത്. ഈ തീരുമാനത്തിൽ എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ എതിർക്കുവോ, അതിന് എൻ്റെ തീരുമാനം തെറ്റായിപ്പോയി എന്ന് പറയുകയോ ചെയ്താൽ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് തന്നെ രാജിവെച്ച് പോകും എന്നിങ്ങനെ പറയുന്നുണ്ടനി. ഇതും കൂടിയാകുമ്പോൾ അഭിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്ക് ഈ കമ്പനിയിലെ ജോലി വേണ്ട. നിന്നെപ്പോലെ ഒരുത്തൻ്റെ എന്നെക്കാളും ഇളയാളുടെ കീഴിൽ ജോലി ചെയ്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നതിലും ഭേദം എനിക്ക് ജോലി ഇല്ലാത്തത് തന്നെയാണ് എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അഭി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അനി പറയുന്നുണ്ട്, നീ വീട്ടിൽ ചെന്ന് നിന്റെ ഭാര്യയും അമ്മയും ഇളക്കി വിട്, എന്നിട്ട് കുടുംബത്ത് വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കുക. ഇത് കേൾക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, നീ ചിരിക്ക്, നീ ഒരുപാട് ചിരിക്ക്, നീ ഇനി കരയാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ ഏട്ടനെയും ആദർശം കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്നില്ലേ, അതിൻ്റെയൊക്കെ പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും എന്നിങ്ങനെ അഭി പറയുന്നുണ്ട്. എന്നെ ജയിലിലാക്കാൻ കാരണക്കാരായ അനന്തപുരിയിലുള്ള എല്ലാവരും തന്നെ നോക്കിക്കോ, എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണീര് ഞാൻ വരുത്തിക്കും. ഇത് അഭിയാണ് പറയുന്നത് എന്നും പറഞ്ഞ് ധൈര്യത്തോടു കൂടി നിന്ന് അനിയോട് വെല്ലുവിളിച്ചതായിട്ട് അഭി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്തായാലും അഭിയുടെ ജോലി വരെ തീർച്ചിരിക്കുകയാണ്. ഈ ദുഃഖം നവ്യയും ജലജയും എങ്ങനെ സഹിക്കും? ഇതേസമയം അഭിയാണെങ്കിൽ ഓരോ കരിക്കളും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദർശ് ദുബൈയിലെത്തിയാൽ ഉടനെ തന്നെ ആദർശനെ ഇല്ലാതാക്കാനുള്ള പണികളൊക്കെയാണ് അഭി അവിടെ ചെയ്തു കൂട്ടുന്നത്. അവിടെയുള്ള ശത്രുവാണ് പറയുന്നുണ്ട്, ഇനി ആ കിളവനാണ് കയറി വരുന്നതെങ്കിൽ കൂടി അയാളെ തിരികെ നേരെ ചൊവ്വേ ഞാൻ അയക്കില്ല. അപ്പം പിന്നെ ആദർശ് ചെല്ലുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യം പറയണോ? അങ്ങനെ മുത്തശ്ശൻ ഗൾഫിലേക്ക് പോകാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിലും ആദർശ് അതൊക്കെ തടയുന്നുണ്ട്. അവൻ തന്നെ പോയിക്കോളാമെന്ന് എല്ലാവരെ കൊണ്ടും സമ്മതിപ്പിക്കുന്നുമുണ്ട്. ആദർശ് അങ്ങനെ പോകാൻ തീരുമാനിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടന് ഇത്രയും ദിവസമൊക്കെ ഇവിടെ നിന്ന് മാറി നിന്ന ഞാൻ എന്താ ചെയ്യുക? അതിനെന്താ നയനെ പ്രശ്നം? ഞാനല്ലേ പോകുന്നുള്ളൂ, ഇവിടെ അമ്മയൊക്കെ ഇല്ലേ? നീ നിൻ്റെ ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ വീട്ടിലിപ്പോൾ അഭി ആകെ ദേഷ്യത്തിൽ നടക്കുകയാണ്. നീ എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും വളരെ ശ്രദ്ധിച്ചു വേണം എല്ലാം ചെയ്യാൻ. നമ്മളോടുള്ള പക ഏത് രീതിയിലും തീർക്കാൻ ശ്രമിക്കുന്നവനാണവൻ. നിന്നെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലാൻ വരെ നോക്കിയില്ലേ എന്നൊക്കെ ആദർശ് നയനയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആദർശ് ഓരോന്നൊക്കെ പറഞ്ഞ് നയനയെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ട്. എന്നാൽ ആദർശ് പോകുന്നതിനോട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഒരു വിഷമമുണ്ട്. നയന ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ കൂട്ടത്തിൽ എപ്പോഴും കൂടെ കാണേണ്ട ആളാണ് ആദർശ്. അവൻ 1-2 ആഴ്ചത്തേക്കിനൊക്കെ വീട്ടിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞ് അത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആദർശ് പറയുന്നുണ്ട്, ആരും വിഷമിക്കേണ്ട, അതിന് മാത്രം ദിവസത്തേക്കിനൊന്നും അല്ലല്ലോ, വെറും 2 ആഴ്ചത്തേക്കിനല്ലേ ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കിയ ഉടനെ അടുത്ത ഫ്ലൈറ്റിന് ഞാൻ തിരിച്ചിങ്ങെത്തില്ലേ. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അത് ശരിയാണ്, വെറും 2 ആഴ്ചത്തെ കേസല്ലേ ഉള്ളൂ, അവൻ പോയി അവിടുത്തെ ജോലികളെല്ലാം കറക്റ്റാക്കി ചെയ്തിട്ട് വരട്ടെ.
എന്ന് അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ ആദർശ് അവിടേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അവൻ നേരത്തെ തന്നെ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ അബി ജലജയോട് പറയുന്നുണ്ട് അവനവിടെ ചെന്നിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അമ്മ കണ്ടോണോന്നൊക്കെ. അങ്ങനെ ഓഫീസിൽ പോയ അബി ജോലിയൊക്കെ പോയി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ അബി ജലജയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ജലജയാണെങ്കിൽ ആകെപ്പാടെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ആ ദേഷ്യത്തോടു കൂടി തന്നെ ജലജ നയനയുടെ ഇരിക്കാൻ വന്നിട്ട് പറയുന്നുണ്ട്, നവ്യയുടെ ഇരിക്കാൻ വന്ന് പറയുന്നുണ്ട്, നവ്യ നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇത്രയും നാളും ഈ കമ്പനിയിലെ ഒരു സ്റ്റാഫ് എന്നുള്ളൊരു പേരെങ്കിലും അബിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതും നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് എന്ത് അവകാശമാണ് എൻ്റെ മോനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ? ആദർശിൻ്റെ കീഴിലായിരുന്നപ്പോൾ അവന് അവിടെ ഒരു സ്റ്റാഫായിട്ടെങ്കിലും അബിയെ കണ്ടിരുന്നു. എന്നാൽ അനിക്ക് അധികാരം കിട്ടിയതോടെ അബിയെ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഇത്രയും നാളും അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടെങ്കിലും കുടുംബം കഴിയാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. എന്തായാലും ആദർശ് ദുബായിലേക്ക് പോകുന്ന സമയത്ത് കമ്പനികളുടെയൊക്കെ മേൽനോട്ടം തൽക്കാലത്തേക്കിന് അബിയെ ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞതാണ്. എന്നാൽ അതിൻ്റെ മേൽനോട്ടം മൊത്തം ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അനിയയാണ്. അതിൻ്റെ ദേഷ്യമാണ് അവൻ തീർത്തത്. ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതേ അമ്മേ, എനിക്കറിയാം എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുകയാണ്. അതിന് കൂട്ടുപിടിച്ച് എൻ്റെ അനിയത്തിമാരുമുണ്ട്. നയന ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ആദർശിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ നന്ദുവിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നന്ദുവാണ്. നന്ദുവിന് എന്നോട് ഒടുങ്ങാത്ത ശത്രുതയാണ്. അതുകൊണ്ടാണല്ലോ അവളിങ്ങനെ അബിയെ ജയിലിലിട്ട് തല്ലി ചതച്ചത്. അവള് മനഃപൂർവ്വം കള്ളക്കേസുണ്ടാക്കി അബിയെ കുടുക്കിയത് കണ്ടില്ലേ? കള്ളക്കേസുണ്ടാക്കി അവൾ അബിയെ കുടുക്കിയത്. അന്ന് ഞാൻ അവളുടെ കാല് പിടിച്ച് പറഞ്ഞതാണ് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. എന്നോട് സ്നേഹമുള്ളവളായിരുന്നു അവളെങ്കിൽ ഒരിക്കലും അബിയെ ഇങ്ങനൊരു കേസിൽ പെടുത്തില്ലായിരുന്നു. അനിയോട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ അവൻ്റെ ജോലിയും കളയിപ്പിച്ചു. എൻ്റെ അനിയത്തിമാരെ തന്നെയാണ് ഇപ്പം എൻ്റെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ് നവ്യ ആകെ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഫലം രണ്ടുപേരും അനുഭവിക്കും. ഇല്ലെങ്കിൽ നോക്കിക്കോ, നന്ദു അനിയൻ കെട്ടി ഈ അനന്തപുരിയിലേക്ക് കയറി വരാമെന്നുള്ള വിചാരത്തിലല്ലേ അവൾ നടക്കുന്നത്. എനിക്ക് ജീവനുണ്ടെങ്കിൽ അവളെ ഞാൻ അനന്തപുരിയിൽ കയറ്റില്ല. അതുപോലെ നയന, അവളുടെ സന്തോഷവും അതിൽ നാളെ ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ. ഇതേ സമയം അബിയാണെങ്കിൽ വിദേശത്തുള്ള ആ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, ആരാ അബി അവിടുന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്തായി അവിടുത്തെ കാര്യങ്ങൾ? ആദർശ് തന്നെയാണല്ലോ അല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് അബി മറുപടി പറയുന്നുണ്ട്, അതെ, വേറെ ഒരു സംശയം വേണ്ട, ആദർശ് തന്നെയാണ് ഗൾഫിലേക്ക് കയറി വരാൻ പോകുന്നത്. അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ആദർശ് തനിയാണോ വരുന്നത് അതോ മറ്റാരെങ്കിലും അവൻ്റെ കൂടെ വരുന്നുണ്ടോ? അബി അതിന് മറുപടി പറയുന്നുണ്ട്, ഇല്ല, ആദ്യം മുത്തച്ഛൻ പോകാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം വല്യച്ഛൻ, വല്യമ്മാവനും ചെറിയമ്മാവനും കൂടെ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ആദർശ് സമ്മതിച്ചില്ല. താൻ ഒറ്റയ്ക്ക് പൊക്കോളാമെന്നാണ് ആദർശ് പറയുന്നത്. ഇതുവരെയുള്ള എൻ്റെ അറിവ് വെച്ച് ആദർശ് തനിയെ തന്നെയാണ് അങ്ങോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അയാൾ പറയുന്നുണ്ട്, അത് കൊള്ളാം, എന്തായാലും അവനിങ്ങ് വരട്ടെ. അവനുള്ള പണി ശരിക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മൂർത്തിസ് ജ്വല്ലറിയുടെ അടിവേര് വരെ ഞങ്ങളിന്ന് മാന്തും. ഞങ്ങളുടെ ജ്വല്ലറി ദുബായിൽ പച്ച പിടിപ്പിച്ചെടുക്കണം. അതിന് ഈ മൂർത്തിസ് ജ്വല്ലറി ഒരു തടസ്സം തന്നെയാണ്. ഞങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് അവിടെ ഇപ്പോൾ ഇങ്ങനെ തകിടം മറിച്ചിടാൻ പറ്റിയിരിക്കുന്നത്. അത് ശരിയാക്കാനായി വരുന്ന ആദർശിനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റുമോ? ജീവനോടെ തിരികെ വന്നാൽ ഭാഗ്യം. ഒരിക്കലും അവനിവിടുന്ന് ജീവനോടെ തിരിച്ചു പോകുകയല്ല. അവൻ്റെ ബുദ്ധി അതങ്ങ് അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂർത്തിസ് ജ്വല്ലറിയുടെ അന്ത്യം അവിടെ തുടങ്ങിക്കോളൂ. എന്തായാലും ആ കിളവൻ ഇനി പഴയതുപോലെ കാര്യങ്ങളൊന്നും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഇപ്പോൾ ആദർശാണ് മൂർത്തിസ് ജ്വല്ലറിയുടെ തായ്വേര്. അതില്ലാതാക്കണം. എങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിനൊരു തകർച്ച ഉണ്ടാവൂ. അതുപോലെ കേരളത്തിലും ഞങ്ങൾക്കൊന്ന് പച്ച പിടിക്കണം. അതിനു വേണ്ട എല്ലാ ഹെൽപ്പുകളും അവയുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നിങ്ങനെ അയാൾ പറയുകയാണ്. അബി അപ്പോൾ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും എൻ്റെ എല്ലാ സഹായവും ഉണ്ടാവും. അതുപോലെ ആദർശ് ഇല്ലാതാവണം. അവൻ ഇല്ലാതായാലേ എനിക്കും ഒരു നിലനിൽപ്പുണ്ടാവും.
ഇല്ലെങ്കിൽ എനിക്കധികം താമസിയാതെ തന്നെ അനന്തപുരിയുടെ പടി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് എനിക്കും അവൻ്റെ തകർച്ച തന്നെയാണ് കാണേണ്ടത് എന്നൊക്കെ അഭിയും പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഡീല് ചെയ്യുകയാണ്. ദിവസങ്ങൾ മുന്നോട്ട് പോയി ആദർശിന് പോകാനുള്ള ഡേറ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നയനയോട് യാത്രയൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പോകുന്നതിന് മുമ്പ് നയനയോട് പറയുന്നുണ്ട്, ഞാനില്ല എന്ന് കരുതി ഒന്നും ഉഴപ്പിക്കളയരുത്. നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് നല്ലപോലെ റെസ്റ്റൊക്കെ എടുക്കണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കി ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് താൻ ഒന്നുകൊണ്ടും വിഷമിപ്പിക്കേണ്ട. തൻ്റെ ആരോഗ്യം താൻ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഫുഡൊക്കെ നല്ലപോലെ കഴിക്കണം. നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. അമ്മയുണ്ട്, എനിക്കറിയാം അമ്മ നിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുമെന്ന്. എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് പിന്നെ ആദർശേട്ടാ, ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ ഇത്രയും പിരിഞ്ഞു നിൽക്കുന്നത്. ആദർശം പറയുന്നുണ്ട്, ശരിയാണ്. വിവാഹശേഷം ഞാൻ ദുബായ് യാത്രയൊന്നും ചെയ്തിട്ടില്ല. ഇതാദ്യമാണ് നമ്മൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അവിടെ ആകാൻ തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് ഒരു കുഞ്ഞുകൂടി വരാൻ പോവല്ലേ. അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമല്ലേ. അതിന് ഞാനിപ്പോൾ പോയേ പറ്റുള്ളൂ. അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേവയാനിയോടും അജയനോടും ജയനോടും ജാനകിയോടും എല്ലാവരും തന്നെ യാത്ര പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. ആദർശ് പോകുന്നെങ്കിലും ആദർശിന് നല്ല വിഷമമൊക്കെയുണ്ട്. ആദർശ് അനിയോട് പറയുന്നുണ്ട്, കമ്പനി ഇപ്പോൾ നിന്റെ കീഴിലാണ്, നീ നല്ല രീതിയിൽ നോക്കിക്കോണം എന്ന്. അങ്ങനെ ആദർശ് പോയതിനു ശേഷം ജലജ അവിടെ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ മകനെ കണ്ണീര് കുടിപ്പിച്ചിട്ടാണ് നീ പോകുന്നത്. അതുകൊണ്ട് നീ പോകുന്നിടത്തൊക്കെ കരുതിയിരുന്നു ദൈവം അതിനുള്ള ശിക്ഷ നിനക്ക് തരും എന്നൊക്കെ ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അങ്ങനെ ജലജ ആ ദേഷ്യത്തോടു കൂടി തന്നെ ആദർശിനോട് പറയുന്നുണ്ട്, എന്തായാലും ആദർശേ, നീ പൊക്കോ. വളരെ ശ്രദ്ധിച്ച് വേണം നീ പോകാൻ. നിനക്കുള്ള പണികളൊക്കെ മിക്കവാറും അവിടെ ആരെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ജലജ നീ അങ്ങനെ ഒരു വർത്താനം? ഇനി നീയും നിന്റെ മകനും കൂടി അവിടെ എന്തെങ്കിലും കൊണസ്റ്റൊപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെയും കൂടെ പറഞ്ഞു. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതും എൻ്റെയും എൻ്റെ മോൻ്റെയും മേത്ത് വെച്ചു. അതാണല്ലോ ഇവിടെ ഇപ്പോൾ നടക്കുന്ന രീതികൾ മൊത്തവും. ആരെന്ത് ചെയ്താലും തെറ്റും കുറ്റക്കാരും ഞാനും അബിയും മാത്രം. അങ്ങനെ ആദർശ് ഇവിടുന്ന് പോയ ഉടനെ തന്നെ അബി അയാളെ വിളിച്ച് പറയുന്നുണ്ട്, ആദർശ് ഇവിടുന്ന് ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. വേറെ ആരും തന്നെ അവൻ്റെ കൂടെയില്ല. അയാൾ അതിന് മറുപടി പറയുന്നുണ്ട്, ഓക്കെ, അപ്പോൾ അവൻ ഒറ്റയ്ക്കാണ് വരവ്. ഇനി അവൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അബി ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിന്റെ ആഗ്രഹം പോലൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ആദർശ് ദുബായിലെത്തി ബ്രാഞ്ചിലേക്ക് പോകുന്നുണ്ട്. ആദർശിനെ പിന്തുടർന്ന് വേറെ പലരും പുറകെ പോകുന്നുണ്ടായിരുന്നു. ഇതൊന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആദർശ് നേരെ ബ്രാഞ്ചിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന മാനേജറോട് പറഞ്ഞ് അവിടുത്തെ ഫയലുകളെല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആകെ മൊത്തം തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് അതിൽ കാണുന്നത്. ആദർശ് അവരോട് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് ഇത്രയും തകർന്നത്? മുത്തശ്ശൻ ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാം വളരെ കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതല്ലേ? എങ്ങനെ തോന്നി നിങ്ങൾക്കിത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവരെ വഴക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ബ്രാഞ്ചിൻ്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയുന്നു, അത് പിന്നെ സാറേ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ബ്രാഞ്ച് ഇത്രയും തകർന്നു നിൽക്കുന്ന സമയത്ത് പുതിയൊരു ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം അത് പോസിബിൾ ആണോ? ഇത് കേൾക്കാൻ ആദർശ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മുടെ ബ്രാഞ്ചുകൾ എല്ലായിടത്തും എത്താൻ വേണ്ടി ശ്രമിക്കല്ലേ നിങ്ങൾ വേണ്ടത്? ഇപ്പം തന്നെ കേരളത്തിൻ്റെ ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലും മൂർത്തീസ് ജ്വല്ലറിയുടെ ബ്രാഞ്ചുകളുണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ ഒരു ബ്രാഞ്ചിന് പകരം മറ്റൊരു ബ്രാഞ്ച് കൂടി ഉദ്ഘാടനം ചെയ്യാനും അത് ആരംഭിക്കാനുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തായിരുന്നില്ലേ? ഇപ്പം എന്താണ് നിങ്ങൾക്കതിലൊരു മനംമാറ്റം? എന്നിട്ടിപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ ആദർശ് ചോദിക്കുകയാണ് അയാളോട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് പിന്നെ നമ്മുടെ ബ്രാഞ്ചിലിപ്പോൾ നല്ല വെല്ലുവിളികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ജ്വല്ലറിയിൽ നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആ ഒരു കമ്പനിക്കാർ നമ്മുടെ ജ്വല്ലറിയെ തന്നെ തകിടം മറിക്കുകയാണ്. നമ്മുടെ ജ്വല്ലറിക്ക് വരുന്ന പല ക്ലയൻസിനെയും അവർ മാറ്റിവിടുകയാണ്. അതുമാത്രമല്ല, അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി പലരും നമ്മുടെ ഇവിടെ കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ജ്വല്ലറിയെ ഏത് വിധേനയും തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവർക്കുള്ളത്. അതൊക്കെ മനസ്സിലാക്കി വേണ്ടേ സാറേ നമ്മൾ മുന്നോട്ട് പ്രവർത്തിക്കാൻ?
അതൊക്കെ ശരിയാണ്, പക്ഷേ അതിൽ നിന്നും നമ്മൾ എങ്ങനെയും കരകയറി വരണ്ടേ? നമ്മുടെ പുതിയ ബ്രാഞ്ചുകളും എല്ലാം ഓപ്പൺ ചെയ്യേണ്ടതല്ലേ? പിന്നെ നമ്മുടെ ബ്രാഞ്ചിൽ നടക്കുന്ന കള്ളത്തരങ്ങൾ, ക്വാളിറ്റി കുറഞ്ഞ സ്വർണം കയറ്റി വിടുന്നതും അതുപോലെ തൂക്കത്തിലുള്ള തട്ടിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള സ്റ്റാഫിനെയൊക്കെ മാറ്റി പുതിയ സ്റ്റാഫുകളെ നിയമിക്കണം. നമ്മുടെ ബ്രാഞ്ച് പുറകിലോട്ട് പോയതിനെ വീണ്ടും തിരിച്ച് പിടിക്കണം നമുക്ക്. ഇനി എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കി ബ്രാഞ്ച് നേരെയാക്കിയിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാൻ. പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ആ കൂട്ടത്തിൽ നമ്മൾ നടത്തിയിരിക്കും എന്നിങ്ങനെ ആദർശ് തീർത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് അവിടെ കയറി എല്ലാം പരിശോധിക്കുമ്പോൾ അടിമുടി കള്ളത്തരങ്ങളും കള്ളക്കടത്തും ഒക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത് കണ്ടിട്ട് അവിടെയുള്ള സ്റ്റാഫിനെ എല്ലാം ഒന്നിച്ചു ചേർത്ത് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ്. ആദർശ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്? ഇങ്ങനെ ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ നിങ്ങളെപ്പോലുള്ള കുറച്ച് സ്റ്റാഫ് വിചാരിച്ചാൽ മാത്രം മതിയാകും. ആ സ്റ്റാഫിനുള്ളിൽ തന്നെ മറ്റ് കമ്പനിക്കാരുടെ സ്റ്റാഫുകളും ഉണ്ട് കേട്ടോ ഇതിനെ തകർക്കാൻ വേണ്ടി. ആദർശിനെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആദർശ് തകർന്നാൽ തന്നെ മൂർത്തീസ് ജ്വല്ലറി ഓരോന്നോരോന്നായി കെട്ടടങ്ങും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവർ ആദർശിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ആക്സിഡൻറ്റ് രൂപീകരിച്ച് എങ്ങനെയെങ്കിലും ആദർശിനെ ഇല്ലാതാക്കുക, തീർക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ ആദർശവും മറ്റു 2 സ്റ്റാഫുകളൊക്കെ ആയിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു ട്രക്ക് കൊണ്ടുവന്ന് ഇവരുടെ വണ്ടീനെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ആദർശിൻ്റെ ബോധമൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടെ ചേർന്ന് ഈ സ്റ്റാഫിനെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. എന്നാൽ ആദർശിനെ അവിടെ നിന്നും കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ വന്നവരൊക്കെ ആദർശിനെ ഇങ്ങനെ തപ്പുന്നുണ്ട്. അവിടെ ആദർശിനെ മാത്രം കാണുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ആദർശ് ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല എന്ന് അവർ ഉറപ്പിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവരോടൊക്കെ ആദർശിനെ പറ്റി അന്വേഷിച്ചെങ്കിലും ഒരു ഹോസ്പിറ്റലിലും ആദർശിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ ആദർശ് മരണപ്പെട്ടു എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ശത്രു അബിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു ആക്സിഡൻറ്റ് വഴി നമ്മളുടെ പ്ലാനിങ് എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്, ഇനി ആദർശ് ഉണ്ടാവില്ല. ഇത് കേൾക്കുമ്പോൾ അബിക്ക് ഒരുപാട് സന്തോഷമാണ്. അബി അങ്ങ് മനസ്സിലോർക്കുവാണ്, അവൻ്റെ ശല്യം തീർന്നല്ലോ എന്ന്. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും ആദർശ് മരിച്ചോ, ആദർശിൻ്റെ ബോഡി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് മരിച്ചു എന്ന് എന്തായാലും ഉറപ്പാണ്, പക്ഷേ ബോഡി മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു വിജനമായ സ്ഥലത്ത് വെച്ചാണ് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയെങ്കിലും തെറിച്ച് വീണ് കിടപ്പുണ്ടായിരിക്കും. ഇതുവരെ ബോഡി മാത്രം കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ബോഡി കിട്ടിയിട്ടില്ലെങ്കിലും സാഹചര്യം വെച്ച് ആദർശ് മരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയ സ്ഥിതിക്ക് അബിക്ക് ഒരുപാട് സന്തോഷമാകുകയാണ്. എന്തായാലും അവൻ്റെ ശല്യം അങ്ങ് തീർന്നു കിട്ടിയല്ലോ, ഇനി ആ ആനി അവനെ കൂടെ ഒതുക്കണം എന്നിങ്ങനെ അബി മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ അയാൾ പറയുന്നുണ്ട്, ഇനി വേണം തലയോർത്തി നിൽക്കാൻ. മൂർത്തീസ് ജ്വല്ലറിയുടെ അടിവേര് തന്നെ ഇളക്കിയിട്ടുണ്ട്. അവനായിരുന്നു മൂർത്തീസ് ജ്വല്ലറിയുടെ ബുദ്ധികേന്ദ്രം. അതെന്തായാലും ഇല്ലാതായി. ഇനി അങ്ങോട്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ച ആരംഭിക്കാൻ പോവാണ്. ഓരോന്നോരോന്നോരോന്നായി ഞാൻ പൊളിച്ചെടുക്കും. ഇത് കേൾക്കുമ്പോൾ അബി പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മൂർത്തീസ് ജ്വല്ലറി തകർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ എനിക്ക് നല്ലൊരു സ്ഥാനം തന്നെ തരണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് കൊടുക്കാനാണ് എന്നിങ്ങനെ അയാൾ അബിയെ സുഖിപ്പിക്കുന്നുമുണ്ട്. ഇനി എന്തായാലും ആദർശ് മരിച്ചു എന്നുള്ളൊരു സന്ദേശം നാട്ടിൽ അനന്തപുരിയിൽ അറിയുമ്പോൾ അവിടെയുള്ളവരുടെ സങ്കടങ്ങളൊക്കെ കണ്ട് നീ അങ്ങ് ആനന്ദിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അബി സങ്കടമൊക്കെ അഭിനയിച്ച് ആകെ വിഷമത്തോടു കൂടി എല്ലാവരുടെയും മുന്നിൽ വന്ന് പറയുന്നുണ്ട്, അത് പിന്നെ എന്താ അബി, എന്താ പ്രശ്നം? അത് പിന്നെ നമ്മുടെ ആദർശിന് എന്തു പറ്റി? ആദർശിന് ദുബായി വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ സമയത്ത് അവിടെ ദേവയാനിയും നയനയും മുത്തശ്ശനും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ എന്തായി പറയുന്നേ? ആദർശിൻ്റെ ആക്സിഡൻറ്റോ? അതെ മുത്തശ്ശ, ഇപ്പോൾ അവിടെ നിന്നൊരു കോള് വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് കേട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റി? അവൻ എന്തെങ്കിലും സംഭവിച്ചോ? അത് പിന്നെ അമ്മായി, ഞാനതിപ്പോൾ എങ്ങനെയാ പറയുക? ആദർശിനെ പറ്റി ഒരു വിവരവുമില്ലെന്നാണ് പറയുന്നത്. ആദർശ് മരിച്ചെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കൂടെ ഉണ്ടായിരുന്ന 2 പേര് അത്യാവശ്യ നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. ആദർശിന് ആശുപത്രിയിലെങ്ങും ഇല്ല, അവൻ്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല. പക്ഷേ വണ്ടിയുടെ അവസ്ഥ കണ്ടിട്ട് അവൻ ജീവനോട്ടിരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേന് നയനയും ദേവയാനിയും മുത്തശ്ശിയൊക്കെ അങ്ങ് പൊട്ടിക്കരയുകയാണ്. നയന പറയുന്നുണ്ട്, എന്താമേ ഈ കേൾക്കുന്നേ? ആദർശേട്ടന് ആക്സിഡൻറ്റ് ഉണ്ടായെന്നോ?
ഞാനിതെങ്ങനെ സഹിക്കും? ഇതെന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല, എൻ്റെ ആദർശേട്ടനൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാണ് എന്നും പറഞ്ഞ് നയന പൊട്ടിക്കരയുകയാണ്. ദേവയാനിയും അതേപോലെ മോനെന്നൊക്കെ വിളിച്ച് ആകപ്പാടെ കരച്ചിലും ബഹളമാവുന്നുണ്ട്. അങ്ങനെ പരസ്പരം ഓരോന്നും പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് നയന ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ നയനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ മുത്തശ്ശനും അജയനും ഒക്കെ ആദർശ് എവിടെയാണെന്നുള്ളതിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ആദർശിനെ പറ്റി മാത്രം ഒരു വിവരം ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങളോളം തന്നെ ആദർശിൻ്റെ ബോഡിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. കാണാതായതുകൊണ്ട് തന്നെ ആദർശ് മരിച്ചുവെന്ന് എല്ലാവരും സ്ഥിരീകരിക്കുന്നുമുണ്ട്. അങ്ങനെ അനന്തപുരിയിലുള്ളവരെല്ലാം തന്നെ ആകെ വിഷമത്തിലാവുകയാണ്. അവിടെ ജലജയും അഭിയും മാത്രമാണ് സന്തോഷത്തോട്ടിരിക്കുന്നത്. ജലജ സന്തോഷത്തോടുകൂടി അഭിയോട് പറയുന്നുണ്ട്, എന്തായാലും അഭി, ഈ ഒരു കാര്യം നീ വിജയിച്ചു. പറഞ്ഞതുപോലെ തന്നെ നീ അവനെ ഇല്ലാതാക്കി. എന്തായാലും അവൻ മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിരിക്കും അല്ലേടാ? പിന്നല്ലാതെ. ഇല്ലെങ്കിൽ പിന്നെ ഈ എത്രയും വലിയ ആക്സിഡൻറ്റ് നടന്നിട്ട് അവൻ ഇതെവിടെ പോയിരിക്കാനാണ്? അഥവാ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ എപ്പോഴേ കണ്ടുകിട്ടിയേനെ. പോലീസും ഇതുപോലെയുള്ള ആൾക്കാരുകളും എല്ലാം അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കിട്ടിയില്ലല്ലോ. അപ്പോൾ പിന്നെ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എന്തായാലും ആ ഒരു ശല്യം ഇല്ലാതായി. ഇനി ആ അനിയുടെ കാര്യത്തിലൂടെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതിനുശേഷം ഇതെല്ലാം എൻ്റെ കൈപ്പിടിയിലായിരിക്കും. എന്തായാലും ഇതൊന്ന് ആഘോഷിക്കുക തന്നെ വേണം എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് നയന ഇടയ്ക്കിടയ്ക്ക് ബോധം തെളിയുന്നുണ്ടെങ്കിലും ആദർശിനെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും തന്നെ ആകെപ്പാടെ കരച്ചിലും അനന്തപുരി മരണവീടിന് തുല്യം തന്നെയായി. ആദർശിനെ കണ്ടുകിട്ടിയില്ല എങ്കിലും എല്ലാവരും തന്നെ ആദർശ് മരിച്ചു എന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസുകാരും. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ മരണപ്പെട്ടിട്ടുണ്ടാവും. അവൻ്റെ ബോഡി കിട്ടിയില്ലെങ്കിൽ പോലും മരണാനന്തര ചടങ്ങുകൾ അവന് വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്നാൽ ആദർശ് മരിച്ചിട്ടില്ല എന്ന് നയന ഉറപ്പിച്ച് പറയുകയാണ്. എൻ്റെ ആദർശേട്ടൻ മരിച്ചിട്ടില്ല, ഏട്ടനൊന്നും തന്നെ സംഭവിക്കില്ല, ഏട്ടനെ കണ്ടുകിട്ടും എന്നൊക്കെ ഇങ്ങനെ പിച്ചുമ്പയും പറയുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.